എം കമൽ നമുക്കൊപ്പം വയനാട് നിന്ന് ചേരുന്നുണ്ട്. കമൽ, സമയം ഇത്രയാകുന്നു, ഇത്രയും മണിക്കൂറുകൾ പിന്നിടുന്നു, പക്ഷെ നല്ല പോളിംഗ് പെർസെന്റേജ് ഉണ്ട്. എന്താണ് കൽപ്പറ്റയുടെ ഇതുവരെയുള്ള ഒരു പോളിംഗ് പിക്ചർ? ആര്യ, നല്ല പോളിംഗ് ആണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. ഉച്ച സമയത്ത് അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ മാനന്തവാടി മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. ഞാൻ വോട്ട് ചെയ്ത് ഈ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്ത് ആണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഞാൻ വോട്ട് ചെയ്ത ബൂത്തിലൊക്കെ ഇപ്പോൾ വളരെ തിരക്ക് കുറവായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ വോട്ടർമാർ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 3 മണിയോടുകൂടിയാകും തിരക്കുണ്ടാവുക. പക്ഷേ രാവിലെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും കൽപ്പറ്റയിൽ മേപ്പാടി ഭാഗത്തൊക്കെ മേപ്പാടി ഹൈസ്കൂളിലെ ബൂത്തിലൊക്കെ നീണ്ട ക്യൂ ആയിരുന്നു. ആ നവവധു വന്നപ്പോൾ 150 പേർ ക്യൂവിലുള്ളത് കൊണ്ട് വധുവിന് പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഓഫീസർമാർ ഒരുക്കുകയായിരുന്നു. അത്തരത്തിൽ വളരെ തിരക്കുണ്ടായിരുന്നു. എന്തായാലും ഉച്ച സമയത്ത് നമുക്കറിയാം വോട്ടർമാരുടെ തിരക്ക് സാധാരണഗതിയിൽ കുറവായിരിക്കും. അത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ അവസാന മണിക്കൂറുകളിലായിരിക്കും കൂടുക. ഇപ്പോഴും ഇവിടെ ഒരു ബൂത്തിൽ സ്ത്രീകളുടെ ക്യൂ ഉണ്ട്, പക്ഷേ മറ്റൊരു ബൂത്തിൽ ക്യൂവേ ഇല്ല. പക്ഷേ ഈ ശതമാനം ആര്യ പറഞ്ഞതുപോലെ തന്നെ പോളിംഗ് ശതമാനം വളരെ മെച്ചപ്പെട്ട ഒരു കണക്കാണ് ഈ സമയത്ത് വരുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കും മികച്ച ഒരു പോളിംഗ് ശതമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് വയനാട്ടിൽ നിന്നും വരുന്നത്. ആര്യ, അവിടെ ശരി, വയനാട് ഇത്തവണ സംസ്ഥാനത്തുടനീളം വയനാട് വലിയ ചർച്ചാ വിഷയമായി മാറിയതാണ്. അവിടെ കോൺഗ്രസിന്റെ പൊരുത്തപ്പെടാത്ത കണക്കുകളും സർക്കാരിന്റെ മാതൃകാ ടൗൺഷിപ്പുമൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഏറ്റവും അവസാന ലാപ്പിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ പ്രചാരണ വിഷയമാക്കി LDF അത് ഉപയോഗിക്കുകയും ചെയ്തു. മാനന്തവാടി ഒഴികെ ബാക്കി കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും ഈ രണ്ടിടത്തും UDF, ബാക്കി രണ്ടിടത്തും ഉള്ള മേൽക്കൈയുള്ള അവിടെ സിറ്റിംഗ് MLA ഉള്ള ഒരു ജില്ലയാണ്. ഇപ്പോൾ ഇത്തവണ മാനന്തവാടി കൂടി പിടിച്ചെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് UDFന്റെ അവകാശവാദം. അവിടെയാണ് ഇപ്പോൾ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്.